ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 7. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ അവന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും സാബുട്ടോൻ അപകട ശബ്ദമുയർത്തുന്നതും ഒരുമിച്ചായിരുന്നു. എല്ലാവരും എന്താ സംഭവം എന്ന് ആലോചിക്കാൻ തുടങ്ങിയതും പെട്ടെന്നൊരു ഏഞ്ചൽ പറന്നു വന്ന്, ചീഫ്, നിങ്ങളെ കാണാൻ ഡീമോണിക് കിങ്ഡമിൽ നിന്നും ഒരു മെസ്സഞ്ചർ വന്നിരിക്കുന്നു. ഹലോ, എൻ്റെ പേര് ക്രീസൽ. ഞാൻ ഇവിടുത്തെ ചീഫിനെ കണ്ട് സംസാരിക്കാൻ വന്നതാണ്. ഓക്കെ, പറയൂ, ഞാനാണ് ഇവിടുത്തെ ചീഫ്. നമ്മുടെ ഹീറോയാണ് ചീഫ് എന്ന് കേട്ടപ്പോൾ ആശ അവരൊന്ന് അതിശയിച്ചെങ്കിലും ഹീറോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇത് വാങ്ങിയ ഹീറോ പെട്ടെന്ന് ലുലു പറഞ്ഞത് ഓർമ്മ വന്നു. അതെന്നാൽ ഈ സ്ഥലം ഡീമൺ ലോർഡിന്റെ കൺട്രോളിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മളെ അടിച്ചോടിക്കാനും ചാൻസ് ഉണ്ട്. ഏത് തീരുമാനവും അവരോട് ചോദിച്ചാണ് എടുക്കാറ്. എന്നാൽ ഒരു സിറ്റുവേഷനിൽ ഞാൻ തന്നെ തീരുമാനം എടുക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 10% ടാക്സ് പെർ ഇയർ നൽകാം. ഇത് കേട്ട അവർക്ക് ഷോക്കായാലും എന്താ കുറഞ്ഞു പോയോ എന്ന് ഹീറോ ചോദിച്ചതും ഇല്ല, എനിക്കിത് ഡീലാണെന്ന് അവരും പറയുന്നു. പിന്നെ എന്തുവാക്കാൻ, ഹീറോ അവർക്ക് കോൺട്രാക്ട് എല്ലാം വെച്ച് പേപ്പർ നൽകിയതും അത് വാങ്ങി പഠിച്ചവർ ഹീറോയുടെ അടുത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇത് കണ്ട ഹീറോ, നിങ്ങൾ ഇവിടെ വന്നതിന് ഈ ബോക്സ് ഗിഫ്റ്റ് ആയിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞ് ബോക്സ് ഹീറോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഞാനിത് കറക്റ്റായിട്ടല്ലേ ഡീൽ ചെയ്തിരിക്കുന്നത് എന്ന് ലുലുവിനോട് ചോദിച്ചതും, നീ കറക്റ്റായാണ് ചെയ്തത്. 10% ടാക്സ് മാത്രം കൊടുത്ത് ഡീമൺ ലോഡിന്റെ പ്രൊട്ടക്ഷൻ തന്നെ നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും ഹാപ്പി ആവുന്നു. അതിലും ലുലു ആണ്. അവൾക്ക് ഹീലിംഗ് പോഷൻ ലഭിച്ചതിൽ വളരെ സന്തോഷമായിരുന്നു. എന്നാൽ ഡീമൺ ലോർഡിന്റെ കോട്ടയിൽ ഇതിന് നേരെ തിരിച്ചായിരുന്നു. ഡീമൺ ലോർഡിന്റെ ആർമിയിലെ തലവന്മാർ വട്ടമിട്ടിരുന്ന്, അത്രയും പവർഫുൾ ആയവൻ എന്തിനാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നത്? ഇവന്റെ ഷോക്ക് എന്നാൽ അവിടെയുള്ളത് വാമ്പയർ ക്യൂനും ഏഞ്ചലും തന്നെ സ്ട്രോങ് ആണ്. അവളെ കൂടാതെ 3 കില്ലർ ഏഞ്ചൽസും കൂടാതെ ഹൈ എൽഫും അവിടെയുണ്ട്. അതിനേക്കാൾ ഉപരി ഇൻഫർണോ ഉൾഫിന്റെ ഒരു കൂട്ടം തന്നെയുണ്ട് അവിടെ. ഞാൻ അവിടെ വന്നത്, എന്റെ അടുത്ത് ആദ്യം വന്നത് 3 കില്ലർ ഏഞ്ചൽസ് ആണ്. കുറച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജീവനോട് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇവനിങ്ങനെ പുലമ്പിയതും ഇത് കേട്ട് വേറൊരാൾ, എനിക്ക് ഭ്രാന്താവുന്നു. ഇതൊക്കെ കണ്ട് മറ്റൊരുതൻ അവിടെയുള്ള ഗിഫ്റ്റ് ബോക്സ് നോക്കിയതും, ഓ, ഇതിൽ ആപ്പിളാണോ? എനിക്കിതറിയാമെന്നും പറഞ്ഞ് അവൻ കഴിക്കുന്നതും, ആ തുണി നോക്ക്, അത് ഡീമൺ സ്പൈഡറിന്റെ ആണ്. ഇനി ഇതും ഉണ്ടോ അവരുടെ കയ്യിൽ? എന്തെന്നാൽ ഡീമൺ ലോഡിനെ കൊണ്ട് പോലും അതിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ശരി, ഇവരെ ശത്രുവാക്കാൻ ഞാനില്ല, അത്രേ ഉള്ളൂ, ഞാൻ രാജിവെക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഡ്രാഗൺ കിങ് ഹീറോനെ കാണാൻ വന്നിരിക്കുന്നു. ഞങ്ങളിവിടെ വന്നത് ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഹീറോയ്ക്ക് വാൾ കൊടുത്തതും നമ്മുടെ ഹീറോ ഗിഫ്റ്റ് വാങ്ങി. അത് ശരി, ഇപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ വന്നത് എന്ന് ചോദിച്ചതും, സത്യത്തിൽ നിങ്ങളുടെ സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ കോട്ടയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എങ്കിലും ഞങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടാണ് കാണാൻ താല്പര്യപ്പെടുന്നത്. ഓ, അതൊക്കെ. നിങ്ങളിവിടെ വന്നതിന് ഞങ്ങൾക്ക് സൽക്കാരം തരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ആളിതുവരെ തല ഉയർത്തിയിട്ടില്ല. കൂടാതെ ഇദ്ദേഹത്തിന് സൽക്കരിക്കാൻ പറ്റിയ അത്രയും റൂമും ഞങ്ങൾക്കില്ല. സാർ, നാണം കെടുത്തല്ലേ? പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് ഹ്യൂമൻ ഫോമിലേക്ക് മാറി. ഇത് കേട്ട ആള് പെട്ടെന്ന് തന്നെ ഹ്യൂമൻ ഫോമിലേക്ക് മാറി പറഞ്ഞത് തന്നെ പിന്നെയും പറയാൻ തുടങ്ങി. ഓക്കെ, എന്നാലും ഇയാൾ എത്ര വട്ടം റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മുടെ ഈ ആലോചിച്ചിരിക്കുന്നതും, എനിക്കൊരു കപ്പും കൂടി വേണമെന്ന് അടിച്ചു ദിവസമായി അലറാൻ തുടങ്ങിയതും, സാർ, നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് അറിയൂ. സോ വന്ന പണി വേഗം കഴിഞ്ഞ് തിരിച്ചു പോകണം. നീ പറഞ്ഞത് ശരിയാണ്. അയ്യോ, അതിനിവിടെ വെച്ച് ഡ്രാഗനാവല്ലേ? അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടുന്ന് പോയ ശേഷം ഹീറോയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. അത് അടുത്ത ദിവസം തന്നെ ഇവരോട് രണ്ടുപേരും പറയുകയും ചെയ്തു. ഈ അടുത്തായി നമ്മളെ കാണാൻ കുറെ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവരെ താമസിപ്പിക്കുന്നതിന് ഒരു വീട് നിർമ്മിച്ചാലോ എന്ന് ഹീറോ ചോദിച്ചതും ഇത് കേട്ട് ഇവർ ആലോചിച്ച്, അപ്പോൾ ഒരു 30 പേര് താമസിക്കുന്ന രീതിയിൽ ഒരു സ്ഥലം സെറ്റാക്കണം. ഇത് ഹീറോയ്ക്ക് ഓക്കെ ആയതും അടുത്ത ദിവസം തന്നെ അതിന്റെ ജോലികൾ ആരംഭിച്ചു. അടുത്ത ദിവസം ഏതെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ അവരെ പേടിപ്പിക്കരുതെന്ന് ഹീറോ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. എന്തെന്നാൽ സാബുട്ടോൻ അപകട ശബ്ദം ഉയർത്തിയാൽ എന്താ എന്ന് പോലും നോക്കാതെ എല്ലാവരും വട്ടം ചുറ്റും. അതുകൊണ്ട് വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നാൽ ഈ മണി അടിക്കാൻ പറഞ്ഞ് പുതിയ മണി സാബുട്ടോന് നൽകുന്നു. അടുത്തത് ഇങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ കാണാൻ ഞങ്ങൾ പോവാം. നോ, അത് അപകടമാണ്. എനിമികൾക്ക് അത് ഈസിയാണ്. സോ ഞങ്ങളും കൂടെ ഉണ്ടാവും. ഇത് രണ്ടും പറഞ്ഞതും വെൽക്കം ഗെയിം തന്നെ പവർഫുൾ ആയി. അതിനുശേഷം ലുലുവിന്റെ അനിയത്തിയോട് വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നാൽ അവരെ നോട്ടമിടാൻ പറഞ്ഞതും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ കണ്ണിൽ നിന്നും ആരും രക്ഷപ്പെടില്ല. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഹൗലിംഗ് വില്ലേജിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ വില്ലേജിലേക്ക് വന്നു. ഇവിടെ വരുന്നവരോട് ഫസ്റ്റ് ലുലു ആണ് സംസാരിക്കാൻ ആരംഭിക്കുന്നത്. ഇവിടെ വന്നത് നിങ്ങൾ മാത്രമാണോ, അതോ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതും ഞങ്ങൾ മാത്രമാണ് എന്ന് അവരും പറയുന്നു. ഓ, അത് ശരി, എന്നാൽ ബാക്കിയുള്ളവരെ ഞങ്ങൾ എനിമിയായിട്ട് കാണേണ്ടി വരും. സോറി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. ഓക്കെ,
ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴും എൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. അതെപ്പോഴും ഓർമ്മയിലിരിക്കണം. അത് കഴിഞ്ഞ് വിസിറ്റേഴ്സിനെ റൂമിലേക്ക് കൊണ്ടുവന്നതും പിള്ളേർക്കെല്ലാം സന്തോഷമായി. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ ഇവരെ എല്ലാവരെയും ആ റൂമിൽ അടച്ചിട്ടു. എന്തെന്നാൽ മുമ്പ് വന്നവരെല്ലാം വരുമ്പോഴെല്ലാം ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. എന്നാൽ ഇവർ ഒന്നും തന്നെ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരോടെല്ലാം അവർ ദേഷ്യത്തിലാണ്. ഇനി അവർക്ക് ഇത്തരം രീതി അറിയില്ലെങ്കിലോ എന്ന് ഹീറോ പറയുന്നതും അത് മാത്രമല്ല, അവർ കാട്ടിലെ ആളുകളെ നിർത്തിയത് അത്ര നല്ലതല്ല. കൂടാതെ നമ്മൾക്ക് ഒന്നും തരാത്തവർക്ക് നമ്മളൊന്നും കൊടുക്കില്ല എന്നും പറഞ്ഞ് പഴവർഗ്ഗങ്ങൾ മാത്രം അവർക്ക് എടുത്തു കൊടുത്തു. കണ്ടാലേ അറിയാം അവർ പാവങ്ങളാണ്. അതുകൊണ്ട് ഒരു ഗ്ലാസ് വൈനെങ്കിലും അവർക്ക് എടുത്ത് കൊടുത്തൂടെ എന്ന് ഹീറോ പറഞ്ഞതും ഇത് കേട്ട് മെയ്ഡ് ഇഷ്ടമില്ലാതെ ഒരു ഗ്ലാസ് വൈൻ കൊടുക്കുന്നു. നമ്മളാരെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ പാടില്ല എന്നും പറഞ്ഞ് ഹീറോ അവരോട് സംസാരിക്കുന്നതും ഹൗലിംഗ് വില്ലേജിനെ പറ്റി ചോദിക്കുന്നു. അതിനവർ ഞങ്ങളുടെ വില്ലേജ് കഴിഞ്ഞ 500 വർഷമായുണ്ട്. ഞങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ കയ്യിലെ സാധനങ്ങൾ വിറ്റാണ് ജീവിതം കൊണ്ടുപോകുന്നത്. അതിൽ ഡീമോണിക് കിങ്ഡവുമായി ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായി. അപ്പോഴാണ് ഈ ഗ്രാമത്തെക്കുറിച്ച് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങൾ മാത്രം ഒളിച്ചിരുന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ല ഭക്ഷണം കിട്ടില്ലായിരുന്നു. അതെന്തിനാ നിങ്ങൾ ഒളിച്ചിരുന്നെന്ന് ടിയെ നൈസായി ചോദിക്കുന്നതും അതിനവർ പുതിയ സ്ഥലത്ത് വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ അതിനുവേണ്ടിയാണ് പുറത്തു നിന്നത്. വില്ലേജിൽ പറയാൻ ആരെങ്കിലും വേണ്ടേ. അതിനുശേഷം അടുത്ത ദിവസം ട്രേഡിങ്ങിനെ പറ്റി പറയാനിരിക്കുന്നതും ഞങ്ങൾ സ്വന്തമായി പണമൊന്നുമില്ല, അതിനു പകരം മറ്റു സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇത് കേട്ട ഹീറോയും നമ്മൾക്കൊരു കോയിൻ ഉണ്ടാക്കണമെന്ന് ആലോചിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഗുഡ്സ് എത്തിക്കുന്നത് എളുപ്പമല്ല. അത് തന്നെയാണ് ഞങ്ങൾക്കും പ്രശ്നം. ബട്ട് നിങ്ങൾ ഇവിടെയല്ലേ ജീവിക്കുന്നത്, സോ വഴികളെല്ലാം അറിയാലോ. ഇത് കേട്ട ഹീറോ ആലോചിച്ചു നോക്കി. കുറവയും മറ്റുള്ളവരെയും ഉപയോഗിച്ചാലോ എന്ന് ട്രേഡിങ്ങിന് കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ട് ഹീറോയ്ക്ക് സന്തോഷമായി. ട്രേഡിംഗ് ഒക്കെ പറഞ്ഞ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നതിന് മുമ്പ് ഹീറോയിനോട് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോലും ഒന്നുമില്ല. കാരണം അവർ അത്രയും ദാരിദ്ര്യത്തിലാണ്. കുഴപ്പമൊന്നുമില്ല, ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്ന് ഹീറോ പറഞ്ഞതും ഇത് കേട്ട് അവരും സന്തോഷിക്കുന്നു. എന്നാൽ അടുത്ത പ്രാവശ്യം എന്തായാലും ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞ് അവർ പോയതും അവിടുത്തെ ട്രേഡിംഗ് എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് ടിയ പറയുന്നു. അവരുടെ വില്ലേജിലേക്ക് പോകാൻ 10 ദിവസമാവും. എന്നാൽ ആശാൻ ഒരു ബാരൽ വൈൻ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവരെ എത്തിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആശാൻ ഫസ്റ്റ് ടൈം വന്നപ്പോഴേ ഇവിടെ ഭയങ്കര ഇഷ്ടമായി. സോ ആള് റെഗുലർ കസ്റ്റമറായി മാറി. അങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാ തവണയും ഗിഫ്റ്റും കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ആർക്കും പരാതിയില്ല. ഇതെല്ലാം ഹീറോ ആലോചിച്ചിരിക്കുന്നതും ബോലിംഗ് വില്ലേജിൽ എല്ലാവരും എങ്ങനെയായിരിക്കും അവരിവിടേക്ക് വരുന്നത് എന്നാലോചിച്ചിരിക്കുന്നതും അവർക്ക് നേരെ ഒരു വലിയ ഡ്രാഗൺ വരുന്നത് കണ്ട് എല്ലാവരും ഓടി അലറാൻ തുടങ്ങി. പോയിട്ട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതും നമ്മുടെ ഹീറോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതും ആദ്യം അവരെല്ലാം പേടിച്ചു. പിന്നെ എല്ലാവരും വാങ്ങാൻ തുടങ്ങി. എന്റെ ബാരൽ വൈനും അവന്മാർക്ക് കൊടുത്തു. കുഴപ്പമില്ല, ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ വൈൻ തരാം. ഇത് കേട്ടതും ആശാൻ ഫുൾ മൂഡായി. അതുകൂടാതെ ഹൗലിംഗ് വില്ലേജിലുള്ള കുറച്ചു പേർ ഇവിടേക്ക് താമസിക്കാൻ വന്നോട്ടെ എന്നും ചോദിച്ചു. എനിക്കൊക്കെയാണ്, വില്ലേജിൽ ആളുകൾ കൂടുന്നത് നല്ലതാണ്. അത് ശരി, എത്ര പേര് വരുന്നുണ്ട്? വെറും 20 പേർ, അതും ഗേൾസ് മാത്രമെന്ന് കേട്ടതും ഹീറോയ്ക്ക് ഷോക്കായി. കാരണം ഈ വില്ലേജിൽ നമ്മളെ ഹീറോ മാത്രമാണ് ആണായിട്ടുള്ളത്. എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്നതിൽ ആണുങ്ങളെയും കൊണ്ടുവന്നാൽ മാത്രമേ അവരെ ഇവിടെ താമസിപ്പിക്കൂ. ഓക്കെ, ഞാൻ അവരോട് പറയാം എന്ന് ടിയ പറയുന്നതും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരെല്ലാം വന്നു. എന്റെ പേര് സെന. ഞങ്ങളിവിടെ താമസിക്കാൻ അനുവദിച്ചതിൽ നന്ദിയുണ്ട്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ പുറത്താക്കാതിരുന്നാൽ മതി എന്നവൾ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും ഇവിടെയില്ല. കുറച്ചു ദിവസത്തേക്ക് ഞങ്ങൾ തരുന്ന റൂമിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി വീട് കെട്ടിത്തരാം എന്ന് ഹീറോ പറയുന്നതും ഇത് കേട്ട് ഇവർക്ക് സന്തോഷമാവുന്നു. അത് ശരി, നിങ്ങളുടെ ഒപ്പം ആണുങ്ങൾ വേണമെന്ന് പറഞ്ഞതല്ലേ? അവരെവിടെ? ചീഫ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 3 ബോയ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കാണിക്കുന്നതും ഈ പീക്ക് പിള്ളേരാ, ഇവരെ വെച്ച് ഞാൻ എന്ത് ചെയ്യാന്? ഹീറോ നോക്കുന്നതോടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഇനി ദ ഗ്രേറ്റ് ട്രീ വില്ലേജിന്റെ ഭാവി എന്താവുമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.